2024 ഏപ്രിൽ 1-നും 2025 മാർച്ച് 31-നും ഇടയിൽ 48,90,452 യാത്രക്കാർക്ക് സേവനമൊരുക്കി തിരുവനന്തപുരം വിമാനത്താവളം. എയർപോർട്ടിന്റെ ചരിത്രത്തിൽ ഒരു സാമ്പത്തിക വർഷത്തിലെ ഏറ്റവും ഉയർന്ന കണക്കാണിത്. 2023-24 സാമ്പത്തിക വർഷത്തിലെ 44,11,235 യാത്രക്കാരെ അപേക്ഷിച്ച് 10% വർധന. ആകെ യാത്രക്കാരിൽ 25.9 ലക്ഷം ആഭ്യന്തര യാത്രക്കാരും 22.9 ലക്ഷം രാജ്യാന്തര യാത്രക്കാരും. 2024 ഡിസംബർ 22-നാണ് ഏറ്റവും കൂടുതൽ യാത്രക്കാർ തിരുവനന്തപുരം വഴി യാത്ര ചെയ്തത്. 16,578 പേർ. 101 സർവീസുകളാണ് അതേ ദിവസം കൈകാര്യം ചെയ്തത്. നിലവിൽ പ്രതിദിനം ശരാശരി 14,614 യാത്രക്കാരാണ് തിരുവനന്തപുരം വഴി 9 ഇന്ത്യൻ നഗരങ്ങളിലേക്കും 14 വിദേശ നഗരങ്ങളിലേക്കും യാത്ര ചെയ്യുന്നത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ വിമാനത്താവളമാകെ 33,316 സർവീസുകൾ കൈകാര്യം ചെയ്തു. 23-24 സാമ്പത്തിക വർഷത്തിലെ 31,342 സർവീസുകളിൽ നിന്ന് ഗണ്യമായ വർധനവാണിത്. അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനവും സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും വഴി യാത്രക്കാരുടെ സൗകര്യങ്ങളും സുരക്ഷയും വർദ്ധിപ്പിക്കുന്നതിനും പ്രവർത്തന മികവ് ഉറപ്പാക്കുന്നതിനുമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. അതിനിടെ 15-ന് പുലർച്ചെ മുതൽ പുതിയ നിരക്കുകളും തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിലവിൽ വന്നു. ആകെ 33,316 സർവീസുകളാണ് കൈകാര്യം ചെയ്തത്. 23-24 സാമ്പത്തിക വർഷത്തിലെ 33,342 സർവീസുകളിൽ നിന്ന് ഗണ്യമായ വർധനമാണിത്. അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനവും സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും വഴി യാത്രക്കാരുടെ സൗകര്യങ്ങളും സുരക്ഷയും വർദ്ധിപ്പിക്കുന്നതിനും പ്രവർത്തന മികവ് ഉറപ്പാക്കുന്നതിനുമുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. യാത്രക്കാരുടെ സൗകര്യങ്ങൾ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞ വർഷം സമഗ്രമായ അടിസ്ഥാന സൗകര്യങ്ങളുടെയും സാങ്കേതിക വിദ്യയുടെയും നവീകരണ പരിപാടി ആരംഭിച്ചിരുന്നു. യാത്രക്കാരുടെ സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും പ്രവർത്തന മികവ് ഉറപ്പാക്കുന്നതിനുമാണ് ഈ പരിപാടി രൂപകൽപ്പന ചെയ്തത്. അവ ഇതാണ്: കട്ടിംഗ് എഡ്ജ് ക്ലീനിംഗ് സാങ്കേതിക വിദ്യ, ഫ്ലോർ ക്ലീനിംഗ് റോബോട്ടുകളുടെയും സ്റ്റോം വാട്ടർ ഡ്രെയിൻ മെയിന്റനൻസ് റോബോട്ടിക് സൊല്യൂഷന്റെയും ആമുഖം വിമാനത്താവള പരിസരത്ത് ശുചിത്വത്തിന്റെയും കാര്യക്ഷമതയുടെയും ഉയർന്ന നിലവാരം നിലനിർത്താൻ സഹായിക്കുന്നു. വേഗത്തിലുള്ള ചെക്കിംഗ്, കൂടുതൽ ചെക്ക് ഇൻ കൗണ്ടറുകൾ യാത്രക്കാർക്ക് അവരുടെ ചെക്ക് ഇൻ പ്രക്രിയ വേഗത്തിലാക്കാനും ക്യൂകൾ നിറയ്ക്കാനും സഹായിക്കുന്നു. ഈ ഗേറ്റുകൾ 01, 02 എന്നീ സുരക്ഷാ മേഖലകളിലേക്ക് സുഗമവും വേഗത്തിലുള്ളതുമായ പ്രവേശനം ഉറപ്പാക്കുന്നതിന്. എല്ലാവർക്കും കണക്ടിവിറ്റി, പ്രത്യേകിച്ച് ഇന്ത്യക്കാരല്ലാത്ത സിം കാർഡ് ഉടമകൾക്ക് സൗജന്യ വൈഫൈ കൂപ്പൺ കിയോസ്കുകൾ സ്ഥാപിക്കുന്നത് യാത്രക്കാരെ വരവിലും പുറപ്പെടലിലും ബന്ധം നിലനിർത്താൻ സഹായിക്കുന്നു. കാര്യക്ഷമമായ നഗര കൈമാറ്റം, എയർപോർട്ട് സിറ്റി ഇലക്ട്രിക് ബസ്സുകൾ യാത്രക്കാർക്ക് സുസ്ഥിരവും സൗകര്യപ്രദവുമായ ഗതാഗത മാർഗം വാഗ്ദാനം ചെയ്യുന്നു. വർഷം മുഴുവനും നിരവധി പുതിയ റൂട്ടുകൾ അവതരിപ്പിച്ചതിന്റെ ഫലമായാണ് വിമാനത്താവളത്തിന്റെ വർദ്ധിച്ചുവരുന്ന കണക്ടിവിറ്റി. ഇന്ത്യയിലുടനീളം വിമാനത്താവളത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിനായി അഹമ്മദാബാദും പൂനെയും ആഭ്യന്തര കൂട്ടിച്ചേർക്കലുകളിൽ ഉൾപ്പെടുന്നു. അന്താരാഷ്ട്ര തലത്തിൽ കോലാലംപൂരിലേക്കും മാലദ്വീപിലെ ഹാനി മധുവിലേക്കും പുതിയ റൂട്ടുകൾ ആഗോള ബന്ധങ്ങളെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അബുദാബി, ഷാർജ, ഡൽഹി തുടങ്ങിയ പ്രധാന സ്ഥലങ്ങളിലേക്കുള്ള വർദ്ധിച്ചുവരുന്ന വിമാന സർവീസുകൾ യാത്രക്കാരുടെ ആവശ്യങ്ങളോടുള്ള വിമാനത്താവളത്തിന്റെ പ്രതികരണശേഷിയും പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.